ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ലെൻസുകൾ. രണ്ട് കുട്ടികൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ചാപ്റ്റർ തുടങ്ങിയിരിക്കുന്നത്. അതിലൊരു കുട്ടി പറയുന്നത്, എത്ര അകലെയാണ് നക്ഷത്രങ്ങൾ? ഇതിലൂടെ നോക്കുമ്പോൾ വളരെ അടുത്ത് കാണാൻ കഴിയുന്നല്ലോ. അകലെയുള്ള വസ്തുക്കളെ എങ്ങനെയായിരിക്കും ടെലസ്കോപ്പ് ഇത്ര വ്യക്തമായി അടുത്ത് കാണിച്ചു തരുന്നത്? അപ്പോൾ രണ്ട് കുട്ടികളുടെ സംശയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിലൂടെ എങ്ങനെയാണ് അകലെയുള്ള നക്ഷത്രങ്ങളെ അടുത്ത് കാണാൻ സാധിക്കുന്നതെന്നാണ് ഒരു കുട്ടിയുടെ സംശയം, അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ടെലസ്കോപ്പിലൂടെ അങ്ങനെ കാണാൻ സാധിക്കുന്നത്? അതിലുപയോഗിക്കുന്ന ലെൻസിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്ക് അകലെയുള്ള വസ്തുക്കളെയൊക്കെ അടുത്ത് കാണാൻ സാധിക്കുന്നത്, അല്ലേ? പ്രായമായവർ അക്ഷരങ്ങൾ വലുതായി കാണാൻ വേണ്ടിയിട്ട് റീഡിംഗ് ലെൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റ് എവിടെയെല്ലാം സന്ദർഭങ്ങളിലാണ് ലെൻസുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് കളിപ്പാട്ടങ്ങൾ, കണ്ണടകൾ, ഡോർ ലെൻസ് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതും കൂടി ആഡ് ചെയ്യാനും പറയാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാമറ, മൈക്രോസ്കോപ്പ്, ബൈനോക്കുലർ, ഫിലിം പ്രൊജക്ടർ, റീഡിംഗ് ലെൻസ് ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. സാധാരണ ഗ്ലാസ് ഷീറ്റിനെ അപേക്ഷിച്ച് ഇത്തരം ലെൻസുകൾക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ ഉള്ള പ്രകാശത്തെ, സൂര്യപ്രകാശത്തെ ഒരു പേപ്പറിലേക്ക് കടത്തിവിടാണ്. അതിനുശേഷം ഈ പേപ്പറും ഗ്ലാസ് ഷീറ്റും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്തിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രത്യേകിച്ച് അവിടെ മാറ്റമൊന്നും കാണുന്നില്ല. അതായത് ഗ്ലാസ് ഷീറ്റിലൂടെ പ്രകാശം കടന്നു വരുന്നു, പേപ്പറിലേക്ക് പ്രകാശം പതിക്കുന്നു. അതിൻ്റെ ആ ഒരു വലുപ്പത്തിനോ കാര്യങ്ങൾക്കൊന്നും ആ പ്രകാശം പതിക്കുന്ന വലുപ്പത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇനി നേരെ മറിച്ച് ഈ ഗ്ലാസ് ഷീറ്റിന് പകരം ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? പേപ്പറിൽ നിന്നും ഒരു പ്രത്യേക അകലത്തിൽ ലെൻസ് പിടിക്കുമ്പോൾ പ്രകാശഖണ്ഡത്തിന്റെ വലിപ്പം വളരെ കുറയുകയും ആ ഭാഗത്ത് പ്രകാശ തീവ്രത കൂടുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കും. ഗ്ലാസ് ഷീറ്റും പേപ്പറും ഉപയോഗിച്ച് ചെയ്ത ഒരു പ്രവർത്തനം നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ടും ചെയ്യാണ്. അപ്പോഴും ഈ ലെൻസിന്റെയും പേപ്പറിന്റെയും ഡിസ്റ്റൻസുകൾ കൂട്ടിയും കുറച്ചൊക്കെയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി പേപ്പറിൽ നിന്ന് ഒരു പ്രത്യേക അകലത്തിൽ ലെൻസ് പിടിക്കുമ്പോൾ ആ പേപ്പറിലേക്ക് പതിക്കുന്ന ആ പ്രകാശത്തിന്റെ ആ ഒരു ഭാഗത്തിന് വലിപ്പം കുറയുകയും ആ ഭാഗത്ത് പ്രകാശത്തിന്റെ തീവ്രത കൂടുകയും ചെയ്യും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ പേപ്പറിൽ നിന്നും പോവുകയും അതേപോലെ തന്നെ പേപ്പർ കത്താനുള്ള ഒരു ചാൻസും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഗ്ലാസ് ഷീറ്റിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇനി ലെൻസിനുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. ചിത്രത്തിലൊരു കോൺവെക്സ് ലെൻസ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആണ് നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനത്തിലെ ലെൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മധ്യഭാഗം കനം കൂടുതലാണ്, വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. പിന്നെ പറയാം, മധ്യഭാഗത്തു നിന്നും വശങ്ങളിലേക്ക് പോകും തോറും അതിൻ്റെ കനം കുറഞ്ഞു വരുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട ലെൻസ് എന്ന് പറഞ്ഞപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്. ഇതിന് പ്രകാശരശ്മികളെ സംവ്രജിക്കാൻ കഴിയും. സംവ്രജിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. അതായത് ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മികളെ ലെൻസിൻ്റെ മറുവശത്ത് ഒരു പോയിന്റിലേക്ക് എല്ലാം കൂടിച്ചേരുക. കൂടിച്ചേരുന്ന തന്നെ പറയുന്നതാണ് സംവ്രജിക്കുക എന്ന് പറയുന്നത് കേട്ടോ. 2.4 എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു കോൺകേവ് ലെൻസ് കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗം കനം കുറവാണ്, അല്ലെ? അരികുകൾക്ക് കനം കൂടുതലാണ്. ഇനിയിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് കടലാസ് കത്തിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് കടലാസിനെ കത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു കടലാസിനെ കത്തിക്കാൻ സാധിക്കില്ല. കാരണം കോൺകേവ് ലെൻസിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ ലെൻസിലെ മറുവശത്തുള്ള ഒരു ബിന്ദുവിൽ ചെന്ന് കൂടിച്ചേരുന്നതിന് പകരം പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. പ്രകാശരശ്മികളെ സംരചിപ്പിക്കാൻ കഴിയാത്ത ഇത്തരം ലെൻസുകളാണ് കോൺകേവ് ലെൻസുകൾ. കോൺകേവ് ലെൻസുകളുടെയും കോൺവെക്സ് ലെൻസുകളുടെയും പ്രത്യേകതകൾ ആ പട്ടികയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺവെക്സ് ലെൻസിന് എഴുതിയിരിക്കുന്നത് മധ്യഭാഗം കനം കൂടിയതാണ്. കോൺവെക്സ് ലെൻസിലെ അടുത്ത പോയിന്റ് നോക്കാം. അരിക് കനം കുറഞ്ഞതാണ്, അതേപോലെ തന്നെ പ്രകാശരശ്മികളെ സംവ്രജിപ്പിക്കുന്നു. ഇനി കോൺകേവ് ലെൻസിൽ നമുക്ക് നോക്കാം. മധ്യഭാഗം കനം കുറഞ്ഞതാണ്, അരിക് കനം കൂടിയതാണ്, പ്രകാശരശ്മികളെ വിവ്രജിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും പരിചയപ്പെട്ടു, അല്ലേ? ഈ ലെൻസുകൾ ഉപയോഗിച്ചിട്ട് അക്ഷരങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസുകളെ ഒരു വശത്തേക്ക് നീക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു. ഇനി കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ അതേ ദിശയിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു. ചിത്രം 2.5A, 2.5B ഇവ നിരീക്ഷിക്കൂ. ഓരോ ലെൻസിനും 2 പ്രതലങ്ങളുണ്ട്. ഇവ രണ്ടിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കും. അതായത് ഒരു ലെൻസിന് 2 അപവർത്തന തലങ്ങളുണ്ട്.
ചിത്രം 2.5 എ എന്ന് പറയുന്ന ഭാഗത്താണ് പ്രകാശം വന്നിട്ട് ആ ഒരു ലെൻസിൽ വന്ന് പതിക്കുന്നെങ്കിൽ ആ ഒരു ഭാഗത്തായിരിക്കും ആ ഒരു ലെൻസിൻ്റെ അപവർത്തന പ്രതലം എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്ന ഭാഗത്താണ് പ്രകാശം വന്നിട്ട് ആ ഒരു ഭാഗത്ത് പതിക്കുന്നെങ്കിൽ ആ ഒരു ഭാഗത്തായിരിക്കും അതിൻ്റെ അപവർത്തന പ്രതലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെൻസിന് 2 അപവർത്തന പ്രതലങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലെൻസിൻ്റെ അപവർത്തന പ്രതലങ്ങൾ ഏതിൻ്റെ ഭാഗങ്ങളാണെന്ന്. ഏതിൻ്റെ ഭാഗങ്ങളായിരിക്കും? ഗോളത്തിൻ്റെ ഭാഗമായിരിക്കും. അടുത്തിവിടെ തന്നിട്ടുള്ളത് അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഗോളങ്ങൾ എടുത്തിട്ട് അതിൻ്റെ 2 വശങ്ങളെ കൂട്ടിച്ചേർക്കാന്നുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കും നമുക്കൊരു ലെൻസ് കിട്ടുന്നത്. അപ്പോൾ ലെൻസ് എന്ന് പറയുന്നത് അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു സുതാര്യമായ മാധ്യമമാണ്. ലെൻസിൻ്റെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ലെൻസുമായി ബന്ധപ്പെട്ടുള്ള പദങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു പദങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. ആദ്യം തന്നിട്ടുള്ളത് പ്രകാശിക കേന്ദ്രമാണ്. ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. അതായത് O എന്ന് പറയുന്ന ആ ഒരു പോയിന്റാണ് ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത്. അടുത്താണ് വക്രതാ കേന്ദ്രങ്ങൾ. ലെൻസിൻ്റെ ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിൻ്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ C1 C2 എന്ന് പറയുന്നത് 2 ഗോളങ്ങളുടെയും സെൻറ്ററുകളാണ് അല്ലേ. അപ്പോൾ C1 C2 ആണ് വക്രതാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് ലെൻസ് ഈ അപവർത്തന തലം എന്ന് പറയുന്നത് പ്രതലം എന്ന് പറയുന്നത് ഒരു ഗോളത്തിന്റെ ഭാഗമാണല്ലോ. ആ ഗോളത്തിന്റെ സെന്ററിനെ കേന്ദ്രത്തെയാണ് പറയുന്നത് വക്രതാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അടുത്താണ് പ്രകാശിക അക്ഷം എന്ന് പറയുന്നത്. ലെൻസിൻ്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രങ്ങളിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം എന്ന് പറയുന്നത്. അതായത് C1 O C2 ഈ പറയുന്ന 3 ബിന്ദുക്കളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന സാങ്കല്പിക രേഖയെ പറയുന്നതാണ് പ്രകാശിക അക്ഷം എന്ന് പറയുന്നത്. അടുത്താണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിൻ്റെ പരപ്പളവാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശം ഒരു ലെൻസിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തെ പറയുന്നതാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവിനെ പറയുന്നതാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ക്യാമറ, മൈക്രോസ്കോപ്പ് തുടങ്ങിയ പ്രകാശിക ഉപകരണങ്ങളിൽ സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ട് അപ്പർച്ചർ വ്യത്യാസപ്പെടും. അതായത് ക്യാമറ അതുപോലുള്ള ഉപകരണങ്ങളൊക്കെ ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ലെൻസിലേക്ക് പതിക്കുന്ന ആ ലൈറ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് അപ്പർച്ചറിൽ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം 2.6 A, B നിരീക്ഷിക്കൂ. കോൺവെക്സ് ലെൻസിനെ സൂചിപ്പിക്കുന്ന ചിത്രം ഏത്? കോൺകേവ് ലെൻസിനെയോ. അതായത് A എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസും B എന്ന് പറയുന്നത് കോൺകേവ് ലെൻസും ആണ്. C1 C2 എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? C1 C2 എന്ന് പറയുന്നത് വക്രതാ കേന്ദ്രമാണ്. പ്രകാശിക കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നത് ഏത്? C1 O C2 ഇതിലേതാ? O ആണ് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശിക അക്ഷത്തെ സൂചിപ്പിക്കുന്നത് ഏത്? പ്രകാശിക അക്ഷം എന്ന് പറയുന്നത് C1 O C2 ഇതിലൂടെ വരയ്ക്കുന്ന ആ ഒരു സാങ്കല്പിക രേഖയാണ്. അടുത്തത് മുഖ്യ ഫോക്കസ് ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. അതായത് ഏകദേശം 50 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വശം സുതാര്യമായിട്ടുള്ള ഒരു പെട്ടി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ 2 വശങ്ങളിലും ഒരു സുഷിരം ഇട്ടിട്ടുണ്ടായിരിക്കും. ആ സുഷിരങ്ങളെ ഒരു സുതാര്യമായ ഒരു ഷീറ്റ് കൊണ്ട് അടച്ചിട്ടുണ്ട്. അതിനുശേഷം ബോക്സിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡിൽ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട്. ഇത്രയും അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു ചന്ദനത്തിരി ഉപയോഗിച്ചിട്ട് ആ പെട്ടിയുടെ ഉള്ളിൽ കുറച്ച് പുക നിറയ്ക്കണം. അതിനുശേഷം ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ സുഷിരത്തിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ ലെൻസിൻ്റെ മറുവശത്ത് ഒരു ബിന്ദുവിൽ ചെന്ന് കൂടിച്ചേരുന്നതാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ 2.8 എന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ ആയിരിക്കും പ്രകാശരശ്മികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലെൻസിലേക്ക് പ്രകാശം വന്ന് പതിക്കുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബിന്ദുവിൽ വന്നിട്ട് പ്രകാശരശ്മികളെല്ലാം കൂടിച്ചേരും. ആ ഒരു പോയിന്റിനെ പറയുന്നതാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രകാശീയ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് പ്രകാശരശ്മികൾ ലെൻസിൽ വന്ന് പതിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തുവിൽ നിന്ന് പുറപ്പെടുന്നതോ ഒരു വസ്തു പ്രതിപതിപ്പിക്കുന്നതോ ആയ പ്രകാശരശ്മികളെല്ലാം സമാന്തര രശ്മികളാകണമെന്നില്ല. എന്നാൽ സമാന്തര രശ്മികൾ മാത്രമാണ് നാം ഇവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ ലെൻസിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികളെല്ലാതും ഈ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കണമെന്നില്ല. പല പല വഴിയിലൂടെ ആയിരിക്കും വന്ന് പതിക്കുന്നത്. അപ്പോൾ അതിൽ സമാന്തരമായിട്ടുള്ളവയെ മാത്രമാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ സമാന്തര രശ്മികൾ മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത്. അപവർത്തനത്തിന് ശേഷം പ്രകാശരശ്മികൾ ലെൻസിൻ്റെ മറുവശത്ത് ഒരു ബിന്ദുവിൽ സംവ്രജിക്കുന്നത് കണ്ടില്ലേ. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. ബോക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. കോൺവെക്സ് ലെൻസിൻ്റെ പ്രകാശിക അക്ഷത്തിനു സമീപത്തു കൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം ലെൻസിൻ്റെ മറുവശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ സംവ്രജിക്കുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ F എന്ന് പറഞ്ഞാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പ്രകാശം വന്ന് ലെൻസിൽ പതിക്കുന്നതെങ്കിൽ ഈ മുഖ്യ ഫോക്കസ് ഉണ്ടാകുന്നത് ആ ലെൻസിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും.
ഫസ്റ്റത്തെ പ്രവർത്തനത്തിൽ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കടത്തിവിട്ടത് അല്ലേ. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്ത ആ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ റൈറ്റ് സൈഡിലുള്ള ഹോളിലൂടെ കടത്തിവിട്ടതിന് ശേഷം ലെൻസിലൂടെ പതിപ്പിക്കുക. അപ്പോൾ എന്തായിരിക്കും കാണാൻ സാധിക്കുന്നതെന്ന്. അപ്പോഴും നമുക്ക് ലെൻസിൻ്റെ മറുഭാഗത്ത് ഒരു ഫോക്കസ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിന് 2 ഫോക്കസാണ് ഉണ്ടാകുന്നത്. ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ലെഫ്റ്റ് സൈഡിൽ നിന്ന് കടത്തിവിടാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മുഖ്യ ഫോക്കസ് ഉണ്ടാവും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നാണ് പ്രകാശത്തെ കടത്തിവിടുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലും മുഖ്യ ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിന് 2 സൈഡിലും മുഖ്യ ഫോക്കസ് ഉണ്ടാവും. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അതായത് പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നും 2 സെൻറ്റിമീറ്റർ അകലെയാണ് ഫോക്കസ് കിട്ടുന്നതെങ്കിൽ അടുത്ത സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 2 സെൻറ്റിമീറ്റർ അകലത്തിൽ തന്നെയായിരിക്കും അതിൻ്റെ ഫോക്കസ് കിട്ടുന്നത്. ടെസ്റ്റിലുള്ളത് കൂടി ഒന്ന് വായിക്കാം. അതിനാൽ ഇത്തരം ലെൻസുകൾക്ക് ഇരുവശത്തുമായി 2 മുഖ്യ ഫോക്കസുകൾ ഉണ്ടായിരിക്കും. ഈ ഫോക്കസുകൾ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ പ്രകാശീയ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകുന്ന പ്രകാശകിരണങ്ങൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നതിനാൽ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമായി പരിഗണിക്കുന്നു. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് യഥാർത്ഥമാണ്. കോൺവെക്സ് ലെൻസിന്റെ ഏകദേശ ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് അകലെയുള്ള ഒരു മരത്തിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കുക. ഒരു സ്കെയിൽ ഉപയോഗിച്ച് ലെൻസും പ്രതിബിംബവും തമ്മിലുള്ള അകലം അളക്കുക. ഈ ദൂരമാണ് ലെൻസിൻ്റെ ഏകദേശ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ചിട്ട് ലെൻസും പ്രതിബിംബവും തമ്മിലുള്ള ആ ദൂരം അളക്കുക. അതിനെയാണ് പറയുന്നത് ലെൻസിൻ്റെ ഏകദേശ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എന്താ, ലെൻസിൻ്റെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തെ പറയുന്നതാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അതിൻ്റെ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പരീക്ഷണം ഇനി കോൺകേവ് ലെൻസ് വെച്ചിട്ട് ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ ആദ്യത്തെ സുഷിരത്തിലൂടെ കടത്തിവിടാണ്. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കോൺകേവ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോവുകയും ആ പ്രകാശം പല സൈഡുകളിലേക്ക് ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചപ്പോൾ ലെൻസിൻ്റെ മറുഭാഗത്തുള്ള ഒരു പോയിന്റിൽ ചെന്നിട്ട് എല്ലാം കൂടി സംരചിക്കുകയാണ് ചെയ്തത്. പക്ഷേ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചപ്പോൾ എല്ലാ പ്രകാശരശ്മികളും ലെൻസിലൂടെ കടന്നതിന് ശേഷം പല സ്ഥലങ്ങളിലേക്ക് വിഭജിച്ചു പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ 2.10b എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. കോൺകേവ് ലെൻസിലൂടെ പ്രകാശിക അക്ഷത്തിനും സമാന്തരമായി കടന്നു പോകുന്ന പ്രകാശരശ്മികളുടെ ദിശാവ്യതിയാനം ശ്രദ്ധിച്ചുള്ളൂ. ഇവിടെ അപവർത്തന രശ്മികൾക്ക് ഒരു ബിന്ദുവിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നുകയല്ലേ ചെയ്യുന്നത്. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എഫ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസ് പ്രകാശിക രശ്മികളെ വിഭജിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, കോൺകേവ് ലെൻസിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മികളെല്ലാം പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അകന്നു പോകുന്ന രശ്മികൾ നമ്മൾ ബാക്കിലേക്ക് തന്നെ, അതായത് പ്രകാശം വരുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് പ്രകാശിക അക്ഷത്തിലേക്ക് വരച്ചു കഴിഞ്ഞപ്പോൾ അവിടെയാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് കിട്ടുന്നത്. അതായത് ശരിക്കും അവിടെ ഒരു ഫോക്കസ് ഉണ്ടാവുന്നില്ല, ആ ഒരു പോയിന്റിൽ നിന്നും ഈ രശ്മികളെല്ലാം വരുന്നത് പോലെ തോന്നുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് ഒരിക്കലും യഥാർത്ഥമല്ല. ലെൻസിൻ്റെ മറുഭാഗത്തേക്ക് അകന്നു പോകുന്ന പ്രകാശരശ്മികളെ നമ്മൾ ബാക്കിലേക്ക് ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പ്രകാശിക അക്ഷത്തിൽ നമ്മൾ ഒരു പോയിന്റിലേക്ക് എല്ലാത്തിനെയും കൊണ്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് രൂപം കൊള്ളുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കാം. കോൺകേവ് ലെൻസിൻ്റെ പ്രകാശിക അക്ഷത്തിനും സമീപത്തു കൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം അതേ വശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പ്രകാശരശ്മികൾ ഏത് ഭാഗത്തു നിന്നാണോ ആ ലെൻസിലേക്ക് വന്ന് പതിക്കുന്നത് ആ ഭാഗത്ത് തന്നെയാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് വരുന്നത്. കോൺകേവ് ലെൻസിൻ്റെ മറുവശത്തു കൂടി പ്രകാശം കടത്തിവിട്ട് പരീക്ഷണം ആവർത്തിക്കുക. കോൺകേവ് ലെൻസിനും 2 മുഖ്യ ഫോക്കസുകൾ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അതായത് കോൺകേവ് ലെൻസിനായാലും കോൺവെക്സ് ലെൻസിനായാലും 2 മുഖ്യ ഫോക്കസ് ഉണ്ട്. കോൺകേവ് ലെൻസിൽ അപവർത്തന രശ്മികൾ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ടോ? മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നില്ല, നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രകാശം വരുന്ന ആ ഒരു ഭാഗത്തുള്ള ഒരു പോയിന്റിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നില്ല എന്ന് പറയാം. അങ്ങനെയെങ്കിൽ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയായിട്ടാണോ അതോ യഥാർത്ഥമായിട്ടാണോ പരിഗണിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ യഥാർത്ഥമായിട്ടുള്ളതാണോ? അല്ലല്ലോ, മിഥ്യയായിട്ടുള്ളതാണ് അല്ലേ. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് മിഥ്യയാണ്.
അടുത്തതാണ് ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണം. ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ജനലിൻ്റെ പിക്ചർ ഉണ്ട്. അത് ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഒരു ചുമരിലേക്ക് പതിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിലുള്ള ജനലിൻ്റെ ഒരു പ്രതിബിംബം ചുമരിൽ കിട്ടും. അത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു ജനലിൻ്റെ പ്രതിബിംബം സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ പറ്റില്ല. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് ഏത് ലെൻസ് ഉപയോഗിച്ചപ്പോഴാണ് സ്ക്രീനിൽ പ്രതിബിംബം രൂപീകരിക്കാൻ കഴിഞ്ഞത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു പ്രതിബിംബം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. യഥാർത്ഥ പ്രതിബിംബങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ക്യാമറയിൽ ലഭിക്കുന്നത്, സിനിമ സ്ക്രീനിൽ രൂപപ്പെടുന്നത്, നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ രൂപപ്പെടുന്നത്, ഇതൊക്കെ യഥാർത്ഥ പ്രതിബിംബങ്ങളാണ് അല്ലേ. അടുത്തത് നോക്കാനുള്ളത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുള്ള പ്രതിബിംബ രൂപീകരണമാണ്. ഇവിടെ അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മെഴുകുതിരിയാണ് തന്നിട്ടുള്ളത്. അതാണ് നമ്മളുടെ വസ്തു. അതിൻ്റെ നടുക്ക് ഒരു സ്റ്റാൻഡിൽ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ മെഴുകുതിരിയുടെ പ്രതിബിംബം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആ സ്ക്രീനിൽ, വൈറ്റ് സ്ക്രീനിൽ പതിപ്പിക്കണം. ആ മെഴുകുതിരിയുടെ പ്രതിബിംബം സ്ക്രീനിൽ നല്ല വ്യക്തമായിട്ട് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ മെഴുകുതിരിയോ അല്ലെങ്കിൽ ലെൻസോ അതിൻ്റെ ഡിസ്റ്റൻസുകളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് നമുക്ക് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കേണ്ടത്. പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ അകലെയാണ് എഫ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ എഫിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ അകലെ 2F അടയാളപ്പെടുത്താം. അതിൻ്റെ അപ്പുറത്താണ് ഇവിടെ വസ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതിബിംബമാണ് ഇപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കുന്നത്. അതിനുശേഷം ഈ നമ്മുടെ വസ്തുവിൻ്റെ സ്ഥാനം 2Fൽ, അതുപോലെ തന്നെ Fനും 2Fനും ഇടയിൽ, അങ്ങനെ പല സ്ഥാനങ്ങളിൽ വെച്ചിട്ട് ആ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിച്ചിട്ട് ആ ഒരു പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തന്നിരിക്കുന്ന ടേബിളിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രമാണ് തന്നിരിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ വച്ചിരിക്കുന്ന വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പാത ചിത്രീകരിക്കാം. ചിത്രങ്ങൾ അത് 2.13A-BC നിരീക്ഷിച്ച് A എന്ന ബിന്ദുവിൽ നിന്ന് വ്യത്യസ്ത പാതയിൽ കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളുടെ പാതയുടെ വിശദാംശം പട്ടിക 2.3 രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നും പ്രകാശരശ്മികൾ കോൺവെക്സ് ലെൻസിൽ വന്ന് പതിക്കുകയാണ്. കോൺവെക്സ് ലെൻസിൽ പതിച്ചതിന് ശേഷം അതിന് അപവർത്തനം സംഭവിക്കുന്നുണ്ട്. അപവർത്തനത്തിന് ശേഷം ലെൻസിൻ്റെ മറുഭാഗത്തുള്ള ഫോക്കസിലൂടെയാണ് ആ ഒരു പ്രകാശരശ്മി കടന്നു പോകുന്നത്. പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ ബോക്സിൽ ആദ്യം തന്നിരിക്കുന്നത്. അതായത് ഒരു ബിന്ദുവിൽ നിന്നും പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മറുവശത്ത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അതായത് അപവർത്തനത്തിന് ശേഷം മറുവശത്തുള്ള മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നത്. രണ്ടാമത്തെ പിക്ക് നമുക്ക് നോക്കാം. പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി. പ്രകാശിക കേന്ദ്രത്തിലൂടെയാണ് ഒരു പ്രകാശരശ്മി കടന്നു പോകുന്നതെങ്കിൽ അതിന് അപവർത്തനം ഒന്നും സംഭവിക്കില്ല. നോക്കാം. വസ്തുവിൻ്റെ അതേ വശത്തുള്ള ഫോക്കസിലൂടെ കടന്ന് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്താ സംഭവിക്കുന്നത്? അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഈ 3 കാര്യങ്ങളാണ് അപവർത്തന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വസ്തുവിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി ലെൻസിലെ ഏത് ബിന്ദുവിലൂടെ കടന്നു പോയാലും പ്രകാശരശ്മിയുടെ പാത അപവർത്തന നിയമത്തിന് അനുസരിച്ചായിരിക്കും. ചിത്രം 2.14 നിരീക്ഷിച്ചതിൽ നിന്നും വിവിധ പാതകളിലൂടെ കടന്നുപോയ പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നതായി കാണുന്നില്ലേ? ഇവിടെ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താ F എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്, പിന്നെ സെൻറ്ററിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ? അതിനാൽ ഡിയിൽ എയുടെ പ്രതിബിംബം ഉണ്ടാകുന്നു. ഇതുപോലെ വസ്തുവിൻ്റെ ഏതൊരു ബിന്ദുവിൽ നിന്നും ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ സംഗമ സ്ഥാനത്തായിരിക്കും വസ്തുവിലെ ആ ബിന്ദുവിൻ്റെ പ്രതിബിംബം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നിന്നും കുറേ പ്രകാശരശ്മികൾ ലെൻസിൽ വന്ന് പതിക്കുന്നുണ്ട്. ആ പ്രകാശരശ്മികൾ ലെൻസിലൂടെ കടന്ന് മറുവശത്തേക്ക് കടക്കുമ്പോൾ ഒരു പോയിന്റിലൂടെ ഏതൊക്കെ രശ്മികളാണോ കടന്നു പോകുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും ആ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നും വന്ന പ്രകാശരശ്മികൾ ലെൻസിലൂടെ കടന്ന് ഡി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ വന്നിട്ടാണ് എല്ലാതും വന്ന് കൂടിച്ചേരുന്നത്. അപ്പോൾ അവിടെ വെച്ചായിരിക്കും എ എന്ന് പറയുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം കിട്ടുന്നത്. അപവർത്തന രശ്മിയുടെ സംഗമസ്ഥാനത്ത് ഒരു സ്ക്രീനിൽ വെച്ചാൽ അവിടെ പ്രതിബിംബം ദൃശ്യമാകുന്നു. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു സ്ക്രീൻ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം നമുക്കവിടെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ വസ്തുവിനെ പല സ്ഥാനങ്ങളിൽ വെച്ചിട്ട് പ്രതിബിംബ രൂപീകരണം കണ്ടുപിടിച്ചതിന് ശേഷം ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
വിവിധ സ്ഥാനങ്ങളിലുള്ള വസ്തുവിൻ്റെ പ്രതിബിംബവും അതിൻ്റെ പ്രത്യേകതകളും വരയ്ക്കാനും എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് വസ്തു 2Fന് അപ്പുറം. അപ്പോൾ ഇവിടെ വസ്തുവിനെ 2Fൻ്റെ അപ്പുറത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ പ്രതിബിംബം കിട്ടുന്നത് Fനും 2Fനും ഇടയിലാണ്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മറുവശത്ത് Fനും 2Fനും ഇടയിലാണ്. ഈ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് തല കീഴായിട്ടുള്ളതാണ്, ചെറുതാണ്, യഥാർത്ഥമാണ് അല്ലേ. വസ്തുവിനേക്കാൾ ചെറിയൊരു പ്രതിബിംബമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. വസ്തുവിൻ്റെ പ്രതിബിംബ രൂപീകരണം വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്താം. സെൻറ്റർ അടയാളപ്പെടുത്തിയതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവിൽ F അടയാളപ്പെടുത്താം. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ F 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. Fൽ നിന്നും വീണ്ടും ഒരു 2F അടയാളപ്പെടുത്തേണ്ടത് 2 സെൻറ്റിമീറ്റർ അകലത്ത് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ അടയാളപ്പെടുത്തണം. അതായത് Fന് 2 സെൻറ്റിമീറ്റർ എടുക്കാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുക. കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ 2 എടുത്തു, റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ 3 അങ്ങനെ എടുക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം, അത് തന്നെ റൈറ്റ് സൈഡിൽ കൊടുക്കുക. ഓക്കെ അല്ലേ. അതിനുശേഷം വസ്തുവിനെ 2Fന് അപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുക. ആദ്യം വരുന്ന ആദ്യം പ്രകാശിക അക്ഷത്തിന് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ കോൺവെക്സ് ലെൻസിലേക്ക് വരയ്ക്കുക. അതിനെ Fയിലൂടെ കടത്തിവിടാം. അതിനുശേഷം അടുത്ത വരാമെന്ന് പറയുന്നത് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടത്തിവിടണം. മനസ്സിലായോ. പ്രതിബിംബ രൂപീകരണത്തിന് ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഒന്ന് Fയിലൂടെ കടത്തിവിടണം, ഒന്ന് അതിൻ്റെ സെൻറ്ററിലൂടെ കടത്തിവിടണം. അപ്പോൾ ഈ സ്കെയിൽ വെച്ച് ഈ ലൈൻ വരയ്ക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടാണ് വരയ്ക്കണം കേട്ടോ. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെരിച്ച് വരയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് Fനും 2Fനും ഇടയിലായിരിക്കും അതിൻ്റെ പ്രതിബിംബം കിട്ടണത്. നെക്സ്റ്റ് നോക്കാം. വസ്തു 2Fൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സവിശേഷതകളൊക്കെ എഴുതാൻ പാടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെയാണ് നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. വസ്തുവിൽ നിന്നും Fയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രകാശരശ്മിയും വരയ്ക്കുക. അതുപോലെ തന്നെ പ്രകാശ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനും വരയ്ക്കുക. ആ 2 ലൈനും കൂടി ചേരുന്ന ഭാഗത്തായിരിക്കും പ്രതിബിംബം രൂപം കൊള്ളുന്നത്. 2Fലാണ് വസ്തു വയ്ക്കുന്നതെങ്കിൽ വസ്തുവിൻ്റെ പ്രതിബിംബം 2Fൽ തന്നെയായിരിക്കും രൂപം കൊള്ളുന്നത്. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം നമുക്ക് പറയാം മറുവശത്ത് 2Fൽ. പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളിൽ പറയാം തലകീഴായത്, യഥാർത്ഥം, വസ്തുവിൻ്റെ അതേ വലിപ്പം. അടുത്തത് നോക്കാനുള്ളത് വസ്തു 2Fനും Fനും ഇടയിലാണ്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വരുന്നത് 2Fന് അപ്പുറത്താണ്. പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ തലകീഴായത്, യഥാർത്ഥം, വലുത്. അടുത്തത് വരയ്ക്കാനുള്ളത് വസ്തു Fലായിരിക്കുമ്പോഴാണ്. വസ്തുവിനെ Fൽ വയ്ക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം ഈ സമാന്തര രേഖകൾ അനന്തതയിൽ വെച്ച് കൂടിച്ചേരുകയും അവിടെ പ്രതിബിംബം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അനന്തതയിൽ രൂപം കൊള്ളുന്നു എന്ന് പറയാം. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അനന്തതയിൽ. പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ തലകീഴായത്, യഥാർത്ഥം, വളരെ വലുത്. കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപവർത്തന രശ്മികൾ സംരചിക്കുന്നുണ്ടോ? സംരചിക്കുന്നില്ല. ചിത്രം വരച്ചത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സവിശേഷതകൾ നമ്മൾ നേരത്തെ എഴുതി കേട്ടോ. കോൺവെക്സ് ലെൻസ് എപ്പോഴും യഥാർത്ഥ പ്രതിബിംബം മാത്രമാണ് രൂപീകരിക്കുന്നത്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ വസ്തുവിനെ Fനും ലെൻസിനും ഇടയിൽ വെച്ചിട്ടുണ്ട്. വസ്തു ഫോക്കസിനും പ്രകാശീയ കേന്ദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പ്രതിബിംബം രൂപീകരിക്കുന്ന രേഖാചിത്രമാണ് തന്നിരിക്കുന്നത്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ അതേ വശത്ത് തന്നെയാണ്. ഇനി പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. നിവർന്നതാണ്, മിഥ്യയാണ്, അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, വസ്തുവിനേക്കാൾ വലുത്. അതായത് കോൺവെക്സ് ലെൻസിനും അതേപോലെ തന്നെ ഫോക്കസിനും ഇടയിൽ വസ്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തു എവിടെയാണോ വയ്ക്കുന്നത് അതേ ഭാഗത്ത് തന്നെയായിരിക്കും പ്രതിബിംബം രൂപം കൊള്ളുന്നത്. അതായത് ആ പ്രകാശരശ്മികളെ നമ്മൾ പുറകിലേക്ക് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ബിന്ദുവിൽ കൊണ്ടുപോയി മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, അതായത് പ്രതിബിംബം രൂപം കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത് നിവർന്നത്, മിഥ്യ, വസ്തുവിനേക്കാൾ വലുത്. ഒരു പ്രാവശ്യം എക്സാമിന് ഇത് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വരയ്ക്കാൻ പഠിക്കണം. നിങ്ങൾ നോക്കുമ്പോൾ തോന്നും വരയ്ക്കാൻ കിട്ടുന്നു, പക്ഷേ എക്സാമിന് ചെന്നിരിക്കുമ്പോഴാണ് മനസ്സിലാവുക എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഡൗട്ട് വരുന്നത്. അപ്പോൾ 1-2 പ്രാവശ്യം വരച്ച് പഠിക്കാം കേട്ടോ. ഇവിടെ വസ്തുവിൽ നിന്നും ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നില്ല അല്ലേ. വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ അകന്നു പോവുകയല്ലേ ചെയ്യുന്നത്. ലെൻസിൻ്റെ മറുവശത്ത് നിന്നും ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ വസ്തുവിൻ്റെ പ്രതിബിംബം നമുക്ക് വലുതായി കാണാൻ കഴിയുമല്ലോ. ഇങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത എന്നാൽ കാണാൻ മാത്രം കഴിയുന്ന പ്രതിബിംബം മിഥ്യയാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാപ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള പ്രതിബിംബങ്ങളെ പറയുന്നതാണ് മിഥ്യാപ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ കോൺവെക്സ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണമാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഇനി കോൺകേവ് ലെൻസിലുള്ള പ്രതിബിംബത്തിൻ്റെ രൂപീകരണം എങ്ങനെയാണെന്ന് നോക്കാം.
കോൺവെക്സ് ലെൻസിൽ അപവർത്തന നിയമങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കോൺകേവ് ലെൻസിലും അപവർത്തന നിയമങ്ങളുണ്ട്. അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്ചർ നമുക്ക് നോക്കാം. പ്രകാശിക അക്ഷത്തിനു സമാന്തരമായി കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അതേ വശത്തുള്ള മുഖ്യ ഫോക്കസിൽ നിന്ന് പോകുന്നതായി തോന്നുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പിക്ചർ നോക്കാം. മറുവശത്തെ മുഖ്യ ഫോക്കസിനെ ലക്ഷ്യമാക്കി ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം. അപ്പോൾ നമുക്ക് എഴുതാം പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നു എന്ന്. അടുത്തത് നോക്കാം. പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി, അതിന് അപവർത്തനമൊന്നും സംഭവിക്കുന്നില്ല അല്ലേ. കോൺകേവ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണം നോക്കാൻ പോകുന്നത് വസ്തുവിനെ എഫിനും 2Fനും ഇടയിൽ വെക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നാണ്. ഇവിടെ വസ്തുവിനെ എഫിനും 2Fനും ഇടയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ലെൻസിനും എഫിനും ഇടയിലാണ് അല്ലേ. പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തുവരും? വസ്തുവിനേക്കാൾ ചെറുതാണ്, നിവർന്നതാണ്, അതുപോലെ നമുക്ക് പറയാം മിഥ്യയാണെന്ന് പറയാം അല്ലേ. ഇവിടെ മിഥ്യാപ്രതിബിംബം എന്ന് പറയാനുള്ള കാരണം എന്താ? അതായത് കോൺകേവ് ലെൻസിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി ലെൻസിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം നമ്മൾ അതിനെ മുഖ്യ ഫോക്കസിലേക്ക് ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിബിംബം മിഥ്യയാണെന്ന് പറയുന്നത്. ഇവിടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് വസ്തു എഫിനും ലെൻസിനും ഇടയിൽ വയ്ക്കുമ്പോഴത്തെ പ്രതിബിംബമാണ്. അതിൻ്റെ സ്ഥാനവും അതേപോലെ തന്നെ സവിശേഷതകളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. പ്രതിബിംബ രൂപീകരണം ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ പ്രതിബിംബം രൂപം കൊണ്ടിരിക്കുന്നത് വസ്തുവിനും ലെൻസിനും ഇടയിലാണ്. ഇനി പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് നിവർന്നതാണ്, വസ്തുവിനേക്കാൾ ചെറുതാണ്, മിഥ്യയാണ്. വസ്തുവിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ IM എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രതിബിംബം കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾ ഡോട്ടർ ലൈൻ ഇട്ട് വരച്ചാൽ മതി. വസ്തുവിനെ എഫിനും 2Fനും ഇടയിൽ വെക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എഫിനും ലെൻസിനും ഇടയിലാണ്. ഇനി യഥാർത്ഥമാണോ മിഥ്യയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മിഥ്യയാണ്. അതേപോലെ തന്നെ നിവർന്നതാണ്, വസ്തുവിനേക്കാൾ ചെറുതാണ്. അടുത്തത് എഫിനും ലെൻസിനും ഇടയിലാവുമ്പോൾ പ്രതിബിംബ രൂപം കൊണ്ടത് വസ്തുവിനും ലെൻസിനും ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം എഫിനും ലെൻസിനും ഇടയിൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. ഇനി അത് മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും, വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. ഈ തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺകേവ് ലെൻസിൽ ഉണ്ടായിട്ടുള്ള പ്രതിബിംബം എന്ന് പറയുന്നത് മിഥ്യയാണെന്നാണ് അല്ലേ. അത് എന്തായിരിക്കും അതിന് കാരണം അവിടെ ചോദിച്ചിരിക്കുന്നത്? കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ വിഭജിക്കുന്നത് കൊണ്ട് അത് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും മിഥ്യയായിരിക്കും. പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും എല്ലായ്പ്പോഴും വസ്തുവിൻ്റെ അതേ വശത്ത് എഫിനും ലെൻസിനും ഇടയിലായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അതായത് കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നില്ല, അത് പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺകേവ് ലെൻസിൽ യഥാർത്ഥമായിട്ടുള്ളൊരു പ്രതിബിംബം രൂപം കൊള്ളുന്നില്ല. പിന്നെ ഉണ്ടാകുന്നൊരു പ്രതിബിംബം എന്ന് പറയുന്നത് ലെൻസിനും അതേപോലെ തന്നെ എഫിനും ഇടയിലാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത് അല്ലേ. അതായത് മിഥ്യയായിട്ടുള്ളൊരു പ്രതിബിംബം രൂപം കൊള്ളുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ലെൻസ് സമവാക്യമാണ്. തന്നിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ചെയ്യാം. ചിത്രത്തിൽ വസ്തു അതായത് OBയിലേക്കുള്ള അകലം സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് അക്ഷരം ഉപയോഗിച്ചാണ്? ഇവിടെ സ്മോൾ ലെറ്റർ U ഉപയോഗിച്ചിട്ടാണ് OBയിലേക്കുള്ള ദൂരം സൂചിപ്പിക്കുന്നത് അല്ലേ. ചിത്രത്തിൽ V എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഏത് അകലത്തെയാണ്? V എന്ന് പറയുന്നത് ഏതാ? IM അല്ലേ. IM എന്ന് കൊടുത്തിരിക്കുന്നിടത്താണ് അവിടെ V കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ? പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് അല്ലെങ്കിൽ ദൂരമാണെന്ന് പറയാം അല്ലേ. F എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഏത് അകലത്തെയാണ്? F എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലെൻസുകൾ മാറുന്നതിനനുസരിച്ചും വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ചും ലെൻസുമായി ബന്ധപ്പെട്ട് നാം എടുക്കുന്ന അളവുകൾക്ക് അനുയോജ്യമായ ചിഹ്നങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. കാർട്ടീഷ്യൻ ചിഹ്നരീതി. ലെൻസുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങൾ ഉപയോഗിച്ച് ഗണിത പ്രശ്ന നിർദ്ധാരണം ചെയ്യുമ്പോൾ അളവുകൾക്ക് അനുയോജ്യമായ ചിഹ്നങ്ങൾ നൽകേണ്ടതുണ്ട്. ലെൻസുകളിൽ പൊതുവായി ഈ നിയമങ്ങൾ ഉപയോഗിക്കാം. ലെൻസിൻ്റെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാ ദൂരങ്ങളും അളക്കേണ്ടത്. അപ്പോൾ ലെൻസുമായി ബന്ധപ്പെട്ടുള്ള സമവാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളവുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ചിഹ്നങ്ങൾ ചേർക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കാർട്ടീഷ്യൻ ചിഹ്നരീതി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് 1-2 നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെൻസിൻ്റെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാ ദൂരങ്ങളും അളക്കേണ്ടത്. അതായത് ലെൻസിൻ്റെ സെൻറ്റർ നമ്മൾ ഏർപ്പെടുത്താറില്ലേ, അവിടെ നിന്നാണ് എല്ലാ ദൂരങ്ങളും അളക്കേണ്ടതെന്ന്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പതനരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ പോസിറ്റീവും അല്ലാത്തവ നെഗറ്റീവുമായി പരിഗണിക്കേണ്ടതാണ്.
പതനരശ്മികൾ ഏത് ദിശയിലാണോ വരുന്നത് ആ ദിശയിലുള്ള അളവുകളെ പോസിറ്റീവായിട്ട് എടുക്കും. അതിന് എതിർ ദിശയിൽ വരുന്നതൊക്കെ നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടതെന്ന്. പിന്നെ ഇവിടെ പറയുന്നത് പ്രകാശിക അക്ഷത്തിന് മുകളിലേക്ക് അളക്കുന്ന അളവുകൾ പോസിറ്റീവും താഴേക്കുള്ളവ നെഗറ്റീവുമായി പരിഗണിക്കേണ്ടതാണെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സ് അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ അത് നമ്മൾ എന്തായിട്ട് എടുക്കും? പോസിറ്റീവായിട്ട് എടുക്കും. താഴത്തേക്കുള്ളവ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിനനുസരിച്ച് താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ പാടുണ്ട്. ഇവിടെ യു എന്ന് പറയുന്നത് -25 എടുത്തിരിക്കുന്നത്, -25 സെൻറ്റിമീറ്റർ. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പതനരശ്മിയുടെ വിപരീത ദിശയിൽ അളക്കുന്നു. ഇവിടെ നോക്കിയാൽ പതനരശ്മി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്ന അളവ് ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് അളക്കേണ്ടത്. അതായത് പതനരശ്മിക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് യു അളക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് യു ഇവിടെ നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. പതനരശ്മി ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ യുവിൻ്റെ അളവ് നമുക്ക് ഓയിൽ നിന്നും ലെഫ്റ്റിലേക്ക് അളക്കേണ്ടി വരുന്നത് കൊണ്ടാണ്, അതായത് പതനരശ്മിക്ക് ഓപ്പോസിറ്റ് അളക്കേണ്ടി വരുന്നത് കൊണ്ടാണ് യു നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വി നോക്കാം. വി എന്ന് പറയുന്നത് ഇവിടെ 100 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ പതനരശ്മി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണല്ലോ. വി അളക്കേണ്ടത് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അതുകൊണ്ട് വി എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് പറയാം പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പതനരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്നു. ഇനി അടുത്തത് നോക്കാനുള്ളത് എഫ് ആണ്. എഫ് ഇവിടെ നോക്കിയേ. എഫ് എന്ന് പറയുന്നത് O ടു ക്യാപിറ്റൽ എഫ് വരെ കൊടുത്തിരിക്കുന്നത് എഫ് = 20 സെൻറ്റിമീറ്റർ കൊടുത്തിരിക്കുന്നത്. അതും പതനരശ്മിയുടെ അതേ ദിശയിലാണ് അളക്കുന്നത് അല്ലേ. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് +20 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് നോക്കാനുള്ളത് HO ആണ്. O എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, അതായത് വസ്തുവിൻ്റെ ഉയരമാണ് HO എന്ന് പറയുന്നത്. HOൻ്റെ ഉയരം അളക്കേണ്ടത് പ്രകാശിക അക്ഷത്തിൽ നിന്നും മുകളിലേക്കാണ് അല്ലേ. മുകളിലേക്കുള്ള അളവുകളൊക്കെ എങ്ങനെ എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ പറയാം +1 സെൻറ്റിമീറ്റർ. അടുത്ത് നോക്കാനുള്ളത് HI ആണ്. HI എന്ന് പറഞ്ഞവിടെ കൊടുത്തിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അത് അളക്കേണ്ടത് എങ്ങനെയാണ്? താഴത്തേക്കാണ് അളക്കേണ്ടത് അല്ലേ. താഴത്തേക്കുള്ള അളവുകളൊക്കെ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിവിടെ പറയാം HI എന്ന് പറയുന്നത് -4 സെൻറ്റിമീറ്റർ ആണ്. കാരണം പറയാം പ്രകാശിക അക്ഷത്തിൽ നിന്നും താഴേക്ക് അളക്കുന്നു. അടുത്ത പിക്ചർ നമുക്ക് നോക്കാം. ഇവിടെ യു എന്ന് പറയുന്നത് -25 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ പതനരശ്മി വരുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ യു അളക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? അതിന് പതനരശ്മിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് യു എന്ന് പറയുന്നത് -25 സെൻറ്റിമീറ്റർ ആണ്. അത് നെഗറ്റീവാണ്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പതനരശ്മിയുടെ വിപരീത ദിശയിൽ അളക്കുന്നു. ഇനി നമുക്ക് വി നോക്കാം. ഇവിടെ വി എവിടെയൊക്കെ വന്നിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണ് വി വന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ എന്ത് വരും? പോസിറ്റീവ് ആണെന്ന് പറയാം. വി എന്ന് പറയുന്നത് എത്രയാ? 100 സെൻറ്റിമീറ്റർ ആണല്ലേ. 100 സെൻറ്റിമീറ്റർ അത് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് പറയാം പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പതനരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്നു എന്ന്. അടുത്തത് നോക്കാനുള്ളത് എഫ് ആണ്. എഫ് എന്ന് പറയുന്നതും പതനരശ്മിയുടെ അതേ ദിശയിൽ തന്നെയാണ് അളക്കുന്നത്. എഫ് എന്ന് പറയുന്നത് ഇവിടെ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് പ്ലസ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് 20 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് കാരണം എഴുതാം പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പതനരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്നു. അടുത്തത് നോക്കാനുള്ളത് HO ആണ്. HO എന്ന് പറയുന്നത് മുകളിലേക്കുള്ള അളവാണ് അല്ലേ. പ്രകാശാക്ഷത്തിൽ നിന്നും മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് +1 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് HI ആണ്. HI എന്ന് പറയുന്നത് താഴത്തേക്കുള്ള അളവാണ് അല്ലേ. അപ്പോൾ അവിടെ -4 സെൻറ്റിമീറ്റർ ആണ്. അതായത് പ്രകാശിക അക്ഷത്തിൽ നിന്നും താഴേക്കുള്ള അളവുകളൊക്കെ മൈനസായിട്ട് എടുക്കണം അല്ലേ, നെഗറ്റീവായിട്ട് എടുക്കണം. ഒരു ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനത്തെ സ്വാധീനിക്കുന്നത് വസ്തുവിൻ്റെ സ്ഥാനവും ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമാണ്. ഇവ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ലെൻസ് സമവാക്യം 1/f = 1/v - 1/u. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എഫ് എന്ന് പറയുന്നത് ഫോക്കസ് ദൂരം, യു എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരം, വി എന്ന് പറയുന്നത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ഈ സമവാക്യത്തിന് നമുക്ക് F = uv/u - v എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും എന്തായാലും പഠിക്കണം കേട്ടോ. യുവും വിയും ഏതാണെന്ന് മാറിപ്പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ പറയുമ്പോൾ യു കഴിഞ്ഞിട്ടാണ് വി വരുന്നത് അല്ലേ. അതായത് ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഇമേജ് വരുന്നത്. യു കഴിഞ്ഞിട്ട് വി വരുമ്പോൾ ആദ്യം വസ്തു വയ്ക്കണം. വസ്തു വെച്ചാലേ നമുക്ക് വസ്തുവിൻ്റെ പ്രതിബിംബം കിട്ടുള്ളൂ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ യു ആണ് ആദ്യം വരുന്നത്. നമ്മൾ പരീക്ഷണം ചെയ്യുമ്പോൾ വസ്തുവിനെയാണ് വെക്കുന്നത് ആദ്യം. അതുകൊണ്ട് യു ആദ്യം. അപ്പോൾ യു എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരം, വി എന്ന് പറയുന്നത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ഇനി ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ചിത്രത്തിൽ വസ്തുവിലേക്കുള്ള അകലവും പ്രതിബിംബത്തിലേക്കുള്ള അകലവും തന്നിട്ടുണ്ട്. ഇതിനെ ചിഹ്ന നിയമങ്ങൾ ഉപയോഗിച്ച് അളവുകൾ എഴുതുക എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്.
ചിത്രത്തിൽ ഒ ബി എന്ന് പറയുന്നതാണ് വസ്തുവിൽ നിന്നുള്ള പ്രകാശമാണ് ലെൻസിൽ വന്ന് പതിക്കുന്നത് അല്ലേ. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. നമുക്ക് യു അളക്കേണ്ടത് പ്രകാശരശ്മിക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് യു എന്ന് പറയുന്നത് -90 സെൻറ്റിമീറ്റർ എടുക്കാം. ഇനി നമുക്ക് വി എന്ന് പറയുന്നത് IM ആണ് അല്ലേ. വി അളക്കാനുള്ളത് പ്രകാശരശ്മി എവിടെ നിന്നാണോ വരുന്നത് ആ ഒരു ദിശയിൽ തന്നെയാണ് നമുക്ക് വി അളക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വി എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ +30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞെടുക്കാം. ഈ അടുത്ത് നോക്കാനുള്ളത് HO ആണ്. ഒ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണല്ലോ. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അതായത് വസ്തുവിൻ്റെ ഉയരമാണ് നമുക്ക് നോക്കാനുള്ളത്. മുകളിലേക്കുള്ള അളവുകളൊക്കെ പോസിറ്റീവ് ആണ് അല്ലേ. +1.8 സെൻറ്റിമീറ്റർ. ഇനി HI എന്ന് പറയുന്നത് എന്താ പ്രതിബിംബത്തിൻ്റെ ഉയരമാണ്. പ്രതിബിംബത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് താഴത്തേക്കാണ് അളക്കേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് 0.6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ -0.6 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വസ്തുവിലേക്കുള്ള അകലം U -90 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടെ നമുക്ക് എന്താ വി തന്നിട്ടുണ്ട് +30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ ബി ക്വസ്റ്റ്യനിൽ നമുക്ക് F കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. UV/U - V. ഇവിടെ U എന്ന് പറയുന്നത് -90 ഇൻറ്റു വി എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. /U എന്ന് പറയുന്നത് 90 -90 +30 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 90 × 30 2700 കിട്ടും. അതേപോലെ തന്നെ U - V ആണ് അല്ലേ. അതായത് 90 ഇവിടെ 2 മൈനസുകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 90 + 30 എന്ന് പറയുമ്പോൾ 120 വരും. മൈനസ് സൈനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2700 / 120 ആണ് വരുന്നത്. 2700 നിന്ന് ഒരു 0യും 120 ഒരു 0യും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ വരുന്നത് 270/12 ആണ് വരുന്നത്. ഇതിനെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് +22.5 സെൻറ്റിമീറ്റർ ആണ്. അതായത് മൈനസും ഹരണ സമയത്ത് മൈനസും വരാണെന്നുണ്ടെങ്കിൽ അത് പ്ലസ് ആവും അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയതിനാൽ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണെന്നും ലെൻസ് കോൺവെക്സ് ലെൻസ് ആണെന്നും മനസ്സിലാക്കാം. അപ്പോൾ പറയുന്നത് എന്താണ്, പ്ലസ് ആയതുകൊണ്ട് തന്നെ അത് കോൺവെക്സ് ലെൻസ് ആണ്. അതിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ആവർത്തനമാണ്. ആവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഉയരം വസ്തുവിൻ്റെ ഉയരത്തിൻ്റെ എത്ര മടങ്ങാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരം വസ്തുവിൻ്റെ ഉയരവും തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നതാണ് ആവർത്തനം എന്ന് പറയുന്നത്. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം. ഇതിന് യൂണിറ്റ് ഒന്നും ഇല്ലാന്ന്. അപ്പോൾ ആവർത്തനം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് പ്രതിബിംബത്തിൻ്റെ ഉയരം അതായത് HI / വസ്തുവിൻ്റെ ഉയരം HO. അഥവാ നമുക്ക് പറയാം പ്രതിബിംബത്തിലേക്കുള്ള ദൂരം V / വസ്തുവിലേക്കുള്ള ദൂരം U. അപ്പോൾ നമുക്ക് ആവർത്തനം M = HI/HO അല്ലെങ്കിൽ നമുക്ക് പറയാം V/U. ഏഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം നിവർന്നതാണെന്നും ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം തലകീഴായതാണെന്നും മനസ്സിലാക്കാം. നമ്മളെപ്പോഴും പറയുള്ളൂ ഒരാൾ നിവർന്ന് നിന്നാലേ നമ്മൾ അയാളെ പോസിറ്റീവായിട്ട് കാണുള്ളൂ. അപ്പോൾ അത് മനസ്സിൽ വെച്ചാൽ മതി. അതായത് ആവർത്തനം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം നിവർന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ ചിത്രം 2.23 അളവുകൾ ഉപയോഗിച്ച് ആവർത്തനം കണക്കാക്കി സ്വഭാവങ്ങൾ എഴുതുക. ഇവിടെ M = HI/HO അല്ലാന്നുണ്ടെങ്കിൽ M = V/U വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ U എന്ന് പറയുന്നത് -90 സെൻറ്റിമീറ്ററും HO എന്ന് പറയുന്നത് +1.8ഉം V എന്ന് പറയുന്നത് +30 സെൻറ്റിമീറ്റർ HI എന്ന് പറയുന്നത് -0.6 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് M = HI/HO. ഇവിടെ HI എന്ന് പറയുന്നത് എത്രയാണ്, -0.6 / HO എന്ന് പറയുന്നത് +1.8. അപ്പം നമുക്ക് ഇവിടെ എന്ത് വരും, 6നെ 18 കൊണ്ട് നമുക്ക് ഹരിക്കാം. അപ്പോൾ എന്ത് വരും, 1/3 വരും അല്ലേ. മൈനസ് സൈൻ അവിടെ ഉള്ളത് കൊണ്ട് -1/3 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് വിയും യുവും അറിയാവുന്നതുകൊണ്ട് നമുക്ക് V/U എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ V എന്ന് പറയുന്നത് +30ഉം U എന്ന് പറയുന്നത് -90 ആണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/3 തന്നെയാണ് അല്ലേ. മൈനസ് ഓൾറെഡി ഹരണത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ആൻസറിലേക്ക് മൈനസ് വരും. ആവർത്തനം 1ൽ കുറവായതിനാൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആവർത്തനം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം നിവർന്നതാണ് അല്ലേ. ഇനി ആവർത്തനം 1ൽ കുറവാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. ഇനി ആവർത്തനം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലോ പ്രതിബിംബം തലകീഴായതും യഥാർത്ഥവുമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇക്വേഷൻ പഠിക്കുക, ആവർത്തനത്തിൻ്റെ കാര്യമൊക്കെ എല്ലാം പഠിക്കുക. ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെ ഈ ടേബിളിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രതിബിംബത്തിൻ്റെ സ്വഭാവം നിവർന്നതാണെന്നുണ്ടെങ്കിൽ ആവർത്തനം പോസിറ്റീവായിരിക്കും. അതുപോലെ തന്നെ തലകീഴായതാണെന്നുണ്ടെങ്കിൽ ആവർത്തനം നെഗറ്റീവായിരിക്കും. യഥാർത്ഥമാണെന്നുണ്ടെങ്കിൽ ആവർത്തനം നെഗറ്റീവായിരിക്കും. മിഥ്യയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിരിക്കും.
അടുത്തത് 2 പ്രോബ്ലമാണ്, നമുക്ക് നോക്കാം. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നും പ്രകാശിക അക്ഷത്തിൽ 12 സെൻറ്റിമീറ്റർ അകലെയായി 2 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തു സ്ഥിതി ചെയ്യുന്നു. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 6 സെൻറ്റിമീറ്റർ ആണ്. ഈ നൽകിയിട്ടുള്ള അളവുകൾ വെച്ചിട്ട് രേഖാചിത്രം വരച്ചിട്ട് പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ ഏതാണെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രതിബിംബത്തിൻ്റെ ഉയരം അളന്നിട്ട് ആവർത്തനം കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന അളവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇമേജ് വരച്ചിട്ടുണ്ട്. ഇവിടെ ലെൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നും 6 സെൻറ്റിമീറ്റർ അകലെയാണ് എഫ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഫോക്കസ് ദൂരം. അതിന് ശേഷം വസ്തു വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് 12 സെൻറ്റിമീറ്റർ അകലെയാണ് അല്ലേ. അപ്പോൾ എഫിൽ നിന്നും വീണ്ടും 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് ഒബ്ജക്റ്റ് നമ്മുടെ വസ്തു അടയാളപ്പെടുത്തിയിട്ടുണ്ട് OB എന്ന് പറയുന്നത്. ഇനി വസ്തുവിൻ്റെ ഉയരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടെ നമുക്ക് പ്രതിബിംബത്തിൻ്റെ രൂപീകരണം നോക്കാം. ഇവിടെ വസ്തു 2F ആയതുകൊണ്ട് തന്നെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 2F തന്നെയായിരിക്കും അല്ലേ. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താ? വസ്തുവിൻ്റെ അതേ ഉയരം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് കിട്ടുന്നത്. വസ്തുവിന് 2 സെൻറ്റിമീറ്റർ ആണ് ഉയരമെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വസ്തുവിനെ നമ്മൾ 2F വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം 2F തന്നെയായിരിക്കും കിട്ടുക. അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാലോ അല്ലേ. വസ്തുവിൻ്റെ അതേ ഉയരം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് കിട്ടുന്നത്. ആവർത്തനം M=HI/HO. ഇവിടെ HI എന്ന് പറയുന്നത് -2 സെൻറ്റിമീറ്ററും HO എന്ന് പറയുന്നത് +2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? -1 ആണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ മൈനസ് വരാൻ കാരണം അറിയാലോ അല്ലേ. പ്രതിബിംബം താഴത്തേക്കാണ് അളക്കേണ്ടത്, താഴത്തേക്കുള്ള അളവുകളൊക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പ്രകാശിക അക്ഷത്തിൽ 2 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണക്കാക്കുക. ഈ അവസരത്തിൽ ആവർത്തനം എത്രയായിരിക്കും? പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ്. V ആണ് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് അല്ലേ. ഇവിടെ നമുക്ക് F തന്നിട്ടുണ്ട്, ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്തുവിൻ്റെ ഉയരം തന്നിട്ടുണ്ട്, വസ്തുവിലേക്കുള്ള അകലം അതായത് U തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അതായത് വസ്തു എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് പ്രകാശരശ്മികൾ വന്ന് ലെൻസിൽ വന്ന് പതിക്കുന്നത് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് ഫോക്കസ് ദൂരം അളക്കേണ്ടി വരുന്നത്. അതായത് വസ്തു ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ പ്രതിബിംബങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നും പ്രകാശരശ്മി ലെൻസിലേക്ക് പതിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എല്ലാ അളവുകളും നമുക്ക് അളക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ F എന്ന് പറയുന്നത് -20ഉം U എന്ന് പറയുന്നത് -30 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ഇക്വേഷൻ വരുന്നത് 1/F = 1/V - 1/U ആണ്. നമുക്കിവിടെ V ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. നമ്മുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് 1/V = 1/F plus 1/U, that is equal to V = UF/U plus F. ഇതാണ് V കാണാനുള്ള ഇക്വേഷൻ. ഇതെന്തായാലും പഠിച്ചു വയ്ക്കണം കേട്ടോ. നമുക്ക് V = UF/U plus F എന്ന് പറയുന്ന സമവാക്യത്തിലേക്ക് നമുക്ക് തന്നിട്ടുള്ള വിലകളൊക്കെ കൊടുക്കാം. അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് -30 ഇൻറ്റു എഫിന് നമുക്ക് -20 കൊടുക്കാം, ഡിവൈഡഡ് ബൈ -30 പ്ലസ് -20. അപ്പോൾ നമുക്ക് അംശത്തിൽ 30 × 20, അതായത് മൈനസ് നമുക്ക് പ്ലസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? 600 വരുന്നത് ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ -30 പ്ലസ് -20 ആണ് അല്ലേ. രണ്ടും കൂടി കൂട്ടിയിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അതായത് 50 -50 വരും. അതായത് 600/- അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നത് -12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ V എന്ന് പറയുന്നത് -12 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് ആവർത്തനം M കണ്ടുപിടിക്കണം. സമവാക്യം വരുന്നത് V/U ആണ്. V നമ്മൾ കണ്ടുപിടിച്ചു -12, U എന്ന് പറയുന്നത് -30 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് +0.4 ആണ്. ഹരണ സമയത്ത് 2 മൈനസുകൾ വരാന്നുണ്ടെങ്കിൽ അത് പ്ലസ് ആയിട്ട് മാറും. ഇനി പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആവർത്തനം പോസിറ്റീവായിട്ട് വരുമ്പോൾ പ്രതിബിംബത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് നിവർന്നതും മിഥ്യയാണ് അല്ലെ. ആവർത്തനത്തിന്റെ അളവ് 1 കുറവാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം എന്ന് പറയുന്നത് വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അടുത്തിവിടെ തന്നിട്ടുള്ളത് ലെൻസുകൾ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. കണ്ണട, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് തുടങ്ങിയവയെല്ലാം ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു കണ്ണട വാങ്ങിക്കാനായിട്ട് ഒരു ഡോക്ടർ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ +2.00 എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കണ്ണടയിലെ ലെൻസിൻ്റെ പവറാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ലെൻസുകളുടെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് അതിൻ്റെ പവർ. ഒരു ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളെ സംവ്രജിപ്പിക്കാനോ വിവ്രജിപ്പിക്കാനോ ഉള്ള കഴിവാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്.
ഒരു ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് അതിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മികളെ സംരചിപ്പിക്കാനും വിവ്രജിപ്പിക്കാനും ഉള്ള ആ ലെൻസിൻ്റെ കഴിവിനെ പറയുന്നതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമത്തെ പവർ എന്ന് പറയുന്നു. ഫോക്കസ് ദൂരം കുറഞ്ഞ ലെൻസിൻ്റെ പവർ കൂടുതലായിരിക്കും. അപ്പോൾ പവർ കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് 1/f ആയിരിക്കും. അതായത് ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമമാണ് പവർ എന്ന് പറയുന്നത്. വ്യുൽക്രമമാണ് 1/f എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോക്കസ് ദൂരം കുറഞ്ഞ ലെൻസിൻ്റെ പവർ കൂടുതലായിരിക്കും. അപ്പോൾ ഫോക്കസ് ദൂരം കുറയുമ്പോൾ പവർ കൂടും. പവറിൻ്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഇതിനെ D എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ അതും. 1 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ 1 ഡയോപ്റ്റർ ആണ്. അതായത് ഒരു ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ എന്ന് പറയുന്നതും 1 ഡയോപ്റ്റർ ആയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയായിരിക്കും? കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് -25 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ഫോക്കസ് ദൂരം നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കാറ്. അപ്പോൾ -25 സെൻറ്റിമീറ്റർ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെൻസിൻ്റെ പവർ SI യൂണിറ്റിൽ കണക്കാക്കുമ്പോൾ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് മീറ്ററിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ -25 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയിട്ട് വേണം പവർ കണ്ടുപിടിക്കാൻ. അതിന് വേണ്ടിയിട്ട് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ F -25 ഡിവൈഡഡ് ബൈ 100 മീറ്റർ, അതായത് -0.25 മീറ്റർ എന്ന് കിട്ടും. പവർ 1/f. 1/f എന്ന് പറയുന്നത് -0.25 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഹരിക്കുമ്പോൾ കിട്ടുന്നത് -4 ഡയോപ്റ്റർ ആണ് കിട്ടുന്നത് ആൻസർ. പവർ നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണെന്ന് തിരിച്ചറിയാം. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പവറിന് ഏത് ചിഹ്നമായിരിക്കും നൽകുക? കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും നൽകുന്നത് അല്ലേ. അപ്പോൾ ഡോക്ടറുടെ കുറിപ്പിലുള്ള ആ ലെൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അടുത്ത് നോക്കാനുള്ളതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം എന്താണെന്ന്. ചെറിയ വസ്തുക്കളൊക്കെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 പ്രധാന ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവും ഐ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. നിരീക്ഷിക്കേണ്ട വസ്തുവിനടുത്ത് വയ്ക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഐ പീസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ ഏത് ലെൻസിലൂടെയാണോ നിരീക്ഷിക്കുന്നത് ആ ലെൻസാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഐ പീസിൻ്റെ ഫോക്കസ് ദൂരം ഒബ്ജക്റ്റീവിനേതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ലാബിലൊക്കെ ചെന്നിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെടിയുടെ എന്തിൻ്റെങ്കിലൊക്കെ സെക്ഷൻ എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ എവിടെയാണോ വെക്കുന്നത് ആ ഭാഗത്തുള്ളതായിരിക്കും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ആ വസ്തുവിനല്ലേ നമുക്ക് നിരീക്ഷിക്കേണ്ടത്. അപ്പോൾ നിരീക്ഷിക്കേണ്ട വസ്തുവിൻ്റെ അടുത്തുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം നമുക്ക് വലുതാക്കി കാണണമല്ലോ, ആ ഒരു ഭാഗത്താണ് ഐ പീസ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ പീസിൻ്റെ ഫോക്കസ് ദൂരം വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റീവിനെ വെച്ച് നോക്കുമ്പോൾ ഐ പീസിൻ്റെ ഫോക്കസ് ദൂരം കൂടുതലാണ്. തന്നിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യനുകളോട് തന്നിട്ടുണ്ട്. അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് നോക്കാം. ഒബ്ജക്റ്റീവിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ അടുത്ത കോളം പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ഐ പീസ് ലെൻസുകൾ താരതമ്യം ചെയ്താൽ ഫോക്കസ് ദൂരം കൂടുതൽ കുറവ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഫോക്കസ് ദൂരം വരുന്നത്? ഫോക്കസ് ദൂരം കുറവാണ് വരുന്നത് അല്ലേ. രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് പറയാം. റെഡിങ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഒബ്ജക്റ്റീവിൽ നിന്ന് കിട്ടുന്ന പ്രതിബിംബം. അതിൻ്റെ സവിശേഷതകൾ നമുക്ക് പറയാം. അത് വലുതാണ് അല്ലേ, തലകീഴായതാണ്, അതുപോലെ തന്നെ യഥാർത്ഥമാണെന്ന് പറയാം. ഇനി നമുക്ക് ഐ പി എസിൻ്റെ നോക്കാം. ഐ പി എസിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് കൂടുതലാണ്. ഇനി രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവർന്നതാണ്, അതേപോലെ തന്നെ മിഥ്യയാണ്, വളരെ വലുതാണ്. ഐ പി സി കൂടെ കാണുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് എപ്പോഴും നിവർന്നതായിരിക്കും കേട്ടോ. നിരീക്ഷിക്കേണ്ട വസ്തു ഒബ്ജക്റ്റീവിൻ്റെ ഏത് സ്ഥാനത്താണ് വയ്ക്കേണ്ടത്? 2f0 അപ്പുറം f0 2f0 ഇടയിൽ. തന്നിരിക്കുന്ന ഇമേജ് നോക്കാന്നുണ്ടെങ്കിൽ ആ ചെറിയ ലെൻസിൻ്റെ അടുത്താണ് വസ്തുവിനെ കൊണ്ട് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ f0 2f0 ഇടയിലാണ് വസ്തുവിനെ വെക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ റെഡിങ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം രൂപം കൊള്ളുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം മറുവശത്ത്, ലെൻസിൻ്റെ മറുവശത്ത് 2f0 അപ്പുറത്താണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. അടുത്തത് നോക്കാം. ഈ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന്. ഇവിടെ നമുക്ക് നോക്കാം. തലകീഴായതാണ്, ചെറുതാണ്, പിന്നെ അതുപോലെ തന്നെ യഥാർത്ഥമാണ് അല്ലേ. നേരത്തെ ബോക്സിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ. ഐ പീസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിവർന്നത്, മിഥ്യ, വളരെ വലുത്. ഒബ്ജക്റ്റീവിൻ്റെ f0 2f0 ഇടയിലാണ് വസ്തു വയ്ക്കേണ്ടത്. വസ്തുവിൻ്റെ വലുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ഒബ്ജക്റ്റീവിൻ്റെ 2f0 അപ്പുറത്ത് രൂപീകരിക്കപ്പെടുന്നു. ഇതാണ് ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായി വർത്തിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ പ്രതിബിംബമാണ് ഐ പീസിൻ്റെ വസ്തുവായിട്ട് മാറുന്നത് കേട്ടോ. ഇതിൻ്റെ സ്ഥാനം ഐ പീസിൻ്റെയും പ്രകാശീയ കേന്ദ്രത്തിനും FE ഇടയിലാണ്. ഇതിൻ്റെ വലുതും മിഥ്യയുമായ പ്രതിബിംബമാണ് ഐ പീസിലൂടെ കാണാൻ സാധിക്കും.
റെഡിങ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഒബ്ജക്റ്റീവിൻ്റെ പ്രതിബിംബം എന്ന് പറയുന്നത്. ആ ഒരു പ്രതിബിംബമാണ് ഐ പീസിൻ്റെ വസ്തുവായിട്ട് മാറുന്നത്. അതിനുശേഷം അതിൻ്റെ പ്രതിബിംബമാണ് പച്ച വെച്ചിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് FEക്കും ലെൻസിനും ഇടയിലാണ് ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണത്, ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂട്ടുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗുണകരമല്ല. എന്തായിരിക്കും കാരണം? ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ വലിപ്പം കുറവായിരിക്കും, അതായത് ആവർത്തനം കുറവായിരിക്കും. അതിനാൽ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവായിരിക്കണം. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബത്തിൻ്റെ വലിപ്പം കുറയും, അതുപോലെ തന്നെ ആവർത്തനം കുറയും. മനസ്സിലായോ? അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എപ്പോഴും കുറവായിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരമൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുവിനെ നമുക്ക് വലുതായി കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, അത് എപ്പോഴും ചെറുതായി തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കുറവായിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കുമ്പോൾ അനുയോജ്യമായ ആവർത്തനം ലഭിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകൾ മൈക്രോസ്കോപ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി അടുത്ത് നോക്കാനുള്ളത് അപവർത്തന ടെലസ്കോപ്പാണ്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനുള്ള ഉപകരണമാണ് ദൂരദർശിനി. പ്രപഞ്ച പഠനത്തിൽ ടെലസ്കോപ്പിന്റെ കണ്ടുപിടുത്തം വരുത്തിയ മാറ്റം ചെറുതല്ല. പ്രകാശത്തിന്റെ പ്രതിപതനം, അപവർത്തനം എന്നിവ പ്രയോജനപ്പെടുന്ന തരം ടെലസ്കോപ്പുകളുണ്ട്. പ്രകാശത്തിന്റെ അപവർത്തനം പ്രയോജനപ്പെടുത്തുന്ന ടെലസ്കോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രകാശത്തിന്റെ അപവർത്തനം പ്രയോജനപ്പെടുത്തുന്ന ടെലസ്കോപ്പിന്റെ പ്രവർത്തനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. തന്നിരിക്കുന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് തന്നിരിക്കുന്നത്. അതൊന്ന് ആ ടേബിളിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലെൻസുകൾ തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റീവും ഐ പീസും. ഇനി ഫോക്കസ് ദൂരം കൂടുതൽ കുറവ്. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് കൂടുതലും ഐ പീസിൻ്റെ കുറവുമാണ് അല്ലേ? അതുപോലെ തന്നെ അപ്പർച്ചർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിൻ്റെ കൂടുതലും ഐ പീസിൻ്റെ കുറവുമാണ്. ഇനി പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവിൽ രൂപം കൊള്ളുന്നത് തലകീഴായതാണ്, യഥാർത്ഥമാണ്, ചെറുതാണ്. അതേപോലെ ഐ പീസിലാണെന്നുണ്ടെങ്കിൽ നിവർന്നതാണ്, മിഥ്യയാണ്, അതേപോലെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ് താഴെ തന്നിരിക്കുന്നത്, നോക്കാം. ടെലസ്കോപ്പിൽ പ്രതിബിംബം രൂപീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വസ്തുവിൻ്റെ സ്ഥാനം എവിടെയാണ്? ടെലസ്കോപ്പാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വളരെ അകലെയുള്ള വസ്തുക്കൾ എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പറയാം വസ്തുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ അകലെയായിരിക്കും. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏറ്റവും ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഒബ്ജക്റ്റീവിൽ നിന്നും രൂപം കൊള്ളുന്ന പ്രതിബിംബം എന്ന് പറയുന്നത്. ഏറ്റവും വലുപ്പത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഐ പീസിലൂടെ കാണുന്ന പ്രതിബിംബം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അപ്പർച്ചർ എന്ന് പറയുന്നത് പ്രകാശം വന്ന് പതിക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവിനെ പറയുന്നതാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിനെ ഏറ്റവും അടുത്തിരിക്കുന്ന ലെൻസാണ് അവിടെ ഐ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പർച്ചർ വളരെ കുറവായിരിക്കും. പിന്നെ ഏറ്റവും അകലെ ഉള്ളതാണ് എന്ത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത്തിരി വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അപ്പർച്ചർ വളരെ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് ഫോക്കസ് ദൂരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തു വളരെ അകലായതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഫോക്കസ് ദൂരം വളരെ കൂടുതലായിരിക്കും. അതേപോലെ നമുക്ക് പറയാം ഒബ്ജക്റ്റീവിൻ്റെ പ്രതിബിംബമാണ് ഐ പീസിൻ്റെ വസ്തുവായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ പീസിലേക്കുള്ള ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് കുറവായിരിക്കും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് കൂടുതലാണ്. ഒബ്ജക്റ്റീവ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് വന്നിരിക്കുന്നത് ചെറുതും യഥാർത്ഥവുമാണ്, വലുതും മിഥ്യയുമാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ചെറുതും യഥാർത്ഥവുമാണ് അല്ലേ? ഈ പ്രതിബിംബം ഏത് ലെൻസിൻ്റെ വസ്തുവായിട്ടാണ് വർത്തിക്കുന്നതെന്ന്? ഏതിൻ്റെ ആയിരിക്കും? ഐ പീസിൻ്റെയാണ് അല്ലേ? ഏത് ലെൻസിലൂടെയാണ് പ്രതിബിംബത്തെ നിരീക്ഷിക്കുന്നത്? നമ്മൾ ഏതിലൂടെയാണ് നിരീക്ഷിക്കുന്നത്? ഐ പീസിലൂടെയാണ് നമ്മൾ ലാസ്റ്റ് പ്രതിബിംബത്തെ നിരീക്ഷിക്കുന്നത് അല്ലേ? ഐ പീസിലൂടെ നാം കാണുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? മിഥ്യയായിരിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കതും കൂടി നോക്കാം. ടെലസ്കോപ്പിൽ വളരെ അകലെയുള്ള വസ്തുവിൻ്റെ ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ഒബ്ജക്റ്റീവ് രൂപീകരിക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് രൂപീകരിച്ച പ്രതിബിംബത്തെയാണ് നാം ഐ പീസിലൂടെ നിരീക്ഷിക്കുന്നത്. ഈ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ഐ പീസിൻ്റെ ഫോക്കസിനും പ്രകാശീയ കേന്ദ്രത്തിനും ഇടയിലായതിനാൽ ഐ പീസ് രൂപീകരിക്കുന്ന മിഥ്യയായ പ്രതിബിംബം നമുക്ക് കാണാൻ കഴിയുന്നു. ടെലസ്കോപ്പ് നിർമ്മിക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും ഐ പീസ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ടെലസ്കോപ്പിൻ കുഴലിൻ്റെ നീളം എടുക്കേണ്ടതെന്ന് വ്യക്തമായല്ലോ എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ ഒബ്ജക്റ്റീവിൻ്റെ പ്രതിബിംബമാണ് ഐ പീസിൻ്റെ വസ്തുവായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഐ പീസിലൂടെ കാണുന്ന ആ ഒരു പ്രതിബിംബം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, നിവർന്നതായിരിക്കും, മിഥ്യയായിരിക്കും. അടുത്തത് ഒരു ടെലസ്കോപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മീറ്റർ നീളമുള്ള PVC പൈപ്പ്, ലെൻസ് ഉറപ്പിക്കാവുന്ന തരത്തിൽ വ്യാസമുള്ളത്, പിന്നെ കോൺവെക്സ് ലെൻസ് 5 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ വ്യാസവും
50 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, വാച്ച് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഐ പീസ്. അപ്പോൾ ഇത്രയുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി അത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും അപ്പർച്ചറും കൂടുതലായിരിക്കണം. ഐ പീസ് ലെൻസ് ഫോക്കസ് ദൂരവും അപ്പർച്ചറും കുറഞ്ഞതായിരിക്കണം. ഗുണനിലവാരം കൂടിയ ലെൻസുകൾ ഉപയോഗിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാനുള്ളത് നിർമ്മിക്കുന്ന വിധമാണ്. ഏകദേശം 10 സെൻറ്റിമീറ്റർ വ്യാസമുള്ള PVC പൈപ്പിൻ്റെ ഒരഗ്രത്ത് 10 സെൻറ്റിമീറ്റർ വ്യാസവും 100 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉറപ്പിക്കുന്നു. 2 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗം മുറിച്ച ശേഷം അത് പൈപ്പിൻ്റെ രണ്ടാമത്തെ അഗ്രത്ത് കയറ്റി വയ്ക്കുക. പ്ലാസ്റ്റിക് കുപ്പിയുടെ വായ്ഭാഗത്ത് വാച്ച് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഐ പീസ് ഉറപ്പിക്കുക. ഐ പീസും ഒബ്ജക്റ്റീവും തമ്മിലുള്ള അകലം ക്രമീകരിച്ച് വളരെ അകലെയുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാം. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ടെലസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കരുത്. മറ്റ് ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ടെലസ്കോപ്പിനെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിക്കുന്നതായിരിക്കും അഭികാമ്യം. എന്തുകൊണ്ടാണ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കരുത് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. സൂര്യനിൽ നിന്നുള്ള തീവ്രതയേറിയ വികിരണങ്ങൾ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ പതിച്ചാൽ റെറ്റിനയ്ക്ക് ക്ഷതമേൽക്കാനും കാഴ്ച തന്നെ നഷ്ടപ്പെടാനും കാരണമാകും. അതുകൊണ്ടാണ് സൂര്യനെ ടെലസ്കോപ്പിലൂടെ നോക്കരുതെന്ന് പറയുന്നത് കേട്ടോ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററോട് അവസാനിച്ചു. ഇതിൻ്റെ വിലയിരുത്താന്ന് പറയുന്ന ഭാഗം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ.